മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയുമാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. IPL 2026 മുംബൈയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. ഇതിഹാസ താരം രവിചന്ദ്രൻ അശ്വിൻ മുംബൈയുടെ ഈ വീഴ്ചയെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഏകദേശം 7 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. മുംബൈ വീഴുന്നത് എന്തുകൊണ്ട്? അശ്വിന്റെ കൃത്യമായ പ്രവചനം ഇങ്ങനെയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുകളിൽ ഒന്ന് 5 തവണ കിരീടം ചൂടിയ മുംബൈ ഇന്ത്യൻസ്. എന്നാൽ 2026 സീസണിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. 8 മത്സരങ്ങളിൽ 6ലും തോറ്റ് പോയിന്റ് പട്ടികയിൽ പിന്നിലായ മുംബൈ ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഏറ്റ തോൽവി മുംബൈയുടെ ആത്മവിശ്വാസം തകർത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ടീമിന്റെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ട് രവിചന്ദ്രൻ അശ്വിൻ രംഗത്തെത്തിയിരിക്കുന്നത്. മുംബൈ എന്തുകൊണ്ട് ക്വാളിഫൈ ചെയ്യില്ല എന്ന് അശ്വിൻ അക്കമിട്ട് നിരത്തുന്നു. അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്റെ ഫേവറേറ്റ് ടീം മുംബൈ ആയിരുന്നു എന്നാണ്. മുംബൈ എപ്പോഴും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ ഇപ്പോൾ മുംബൈയുടെ കളി കാണുമ്പോൾ സഹതാപം തോന്നുന്നു എന്നാണ് അശ്വിന്റെ തുറന്നു പറച്ചിൽ. ഇനിയുള്ള 6 മത്സരങ്ങളിൽ 6ഉം ജയിച്ചാൽ മാത്രമേ മുംബൈക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് അസാധ്യമാണെന്ന് അശ്വിൻ വിശ്വസിക്കുന്നു. ഇതിന് അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ടീമിന്റെ പാളിച്ചകളാണ്. എന്തുകൊണ്ടാണ് അശ്വിൻ ഇത്ര ആത്മവിശ്വാസത്തോടെ മുംബൈ പുറത്താകും എന്ന് പറയുന്നത്? അതിന് അദ്ദേഹം നൽകുന്ന ഉദാഹരണങ്ങൾ നോക്കുക. ബൌളിംഗ് വീഴ്ച. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 220 റൺസാണ് മുംബൈ വഴങ്ങിയത്. മറ്റൊരു ടീമും KKRനെതിരെ ഇത്രയും റൺസ് വിട്ടു നൽകിയിട്ടില്ല. ചേസിംഗിലെ പരാജയം. വലിയ സ്കോറുകൾ പിന്തുടരാൻ മുംബൈക്ക് സാധിക്കുന്നില്ല. CSKക്കെതിരായി 208 റൺസ് പോലും മുംബൈക്ക് മറികടക്കാനായില്ല. സൺറൈസേഴ്സിനെതിരെ 243 റൺസ് എടുത്തിട്ടും കളി തോറ്റു എന്നത് മുംബൈയുടെ ബൌളിംഗ് എത്രത്തോളം ദുർബലമാണെന്ന് കാണിക്കുന്നു. പിച്ച് കണ്ടീഷൻ. പിച്ച് ഫ്ലാറ്റ് ആണെങ്കിൽ ബൌളർമാർ തല്ലുവാങ്ങുന്നു. ഇനി പിച്ചിൽ പന്ത് അല്പം മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ബാറ്റിംഗ് നിര തകരുന്നു. ഇങ്ങനെ രണ്ട് വശത്തും ഒരുപോലെ പരാജയപ്പെടുന്ന ഒരു ടീമിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് അശ്വിൻ ചോദിക്കുന്നത്. അശ്വിന്റെ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകളും ശ്രദ്ധേയമാണ്. ഹൈദരാബാദിനെതിരായ തോൽവിക്ക് ശേഷം ഹാർദിക് പറഞ്ഞത് ടീം എന്ന നിലയിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. റാൻ റിക്കിൾട്ടൺ 123 റൺസുമായി തകർത്താടിയിട്ടും ബൌളിംഗിൽ ആധിപത്യം പുലർത്താൻ സാധിച്ചില്ല. മുംബൈ ഇന്ത്യൻസ് എന്ന വലിയ ഫ്രാഞ്ചൈസിയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ടീമിന് ഉയരാൻ സാധിച്ചിട്ടില്ല എന്ന് ഹാർദിക് സമ്മതിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങൾ തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സമയം കൈവിട്ടുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അശ്വിന്റെ നിരീക്ഷണം ശരിയാകുമോ അതോ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിലൂടെ മുംബൈ ലോകത്തെ ഞെട്ടിക്കുമോ? ഇനിയുള്ള 6 മത്സരങ്ങളും മുംബൈക്ക് ഫൈനലുകൾ പോലെയാണ്. ഒരു പിഴവ് പോലും അവരെ പുറത്താക്കും. ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാം. പക്ഷേ അശ്വിൻ ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിക്കുക എന്നത് ഹാർദിക്കിനും സംഘത്തിനും വലിയ വെല്ലുവിളിയായിരിക്കും.